ഇനി ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നത് ഒരു എം.പി. ആയിട്ടോ മന്ത്രിയായിട്ടോ ആയിരിക്കില്ല, സിനിമാ നടനായിട്ടായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ വിവാദങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത്. ഉദ്ഘാടനങ്ങൾക്ക് കണക്കു പറഞ്ഞ് കാശ് വാങ്ങുമെന്നും ആ കാശ് ചാരിറ്റി ചെയ്യാൻ ഉപയോഗിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാൽ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഒരിക്കലും അതിന് സാധിക്കില്ലെന്ന വാദമാണ് ചില നിയമവിദഗ്ധർ ഉയർത്തിയത്. ഒരു എം.പി. ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് പണം വാങ്ങിയാൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഗണത്തിൽ വരുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല വാദങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ നടൻ എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറയുന്നത്. ഒരു സിനിമാ നടന്, അതായത് തൻ്റെ സഹപ്രവർത്തകരായ സിനിമാ നടന്മാർക്ക് നൽകുന്ന തുക തനിക്ക് നൽകണമെന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കേരളത്തിലെ 3 സൂപ്പർ സ്റ്റാറുകളുടെ പട്ടികയിൽ ഒരാളായിരുന്നു സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മറ്റുമായി തിരക്കിലായതോടെ സിനിമാ അഭിനയവും കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ മറ്റു പല നടന്മാരും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തി. എങ്കിലും ഇപ്പോഴും മലയാള സിനിമാ മേഖലയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം പറയുന്ന ഒരു പേര് തന്നെയാണ് സുരേഷ് ഗോപി. സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന തുകയുടെ ഒരു പങ്ക് ചാരിറ്റിക്ക് വേണ്ടി താൻ ചെലവാക്കുമെന്ന കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഒരു സിനിമയ്ക്ക് സുരേഷ് ഗോപി എത്രയാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് എന്ന ചോദ്യം അപ്പോഴും ഉയർന്നിരുന്നു. സുരേഷ് ഗോപിയുടേതായ മലയാളത്തിൽ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഗരുഡനാണ്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ്. ത്രില്ലർ മോഡിലുള്ള ഈ ചിത്രം മലയാളത്തിൽ അത്യാവശ്യം അഭിപ്രായം നേടിയിരുന്നു. ഗരുഡന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഒറ്റക്കൊമ്പൻ, ഒരു പെരുങ്കളിയാട്ടം എന്നിങ്ങനെയുള്ള 2-3 ചിത്രങ്ങൾ കൂടി റിലീസാകാനുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം ഗരുഡന് മുൻപ് എഗ്രിമെൻ്റ് ചെയ്ത ചിത്രങ്ങൾ ആയിരുന്നു. സിനിമാ അഭിനയം വിട്ടുകളയാൻ സാധിക്കില്ലെന്നും അതാണ് തൻ്റെ വരുമാന മാർഗമെന്നും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ച ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. തൃശ്ശൂരിൽ വിജയിച്ചതിന് പിന്നാലെ താൻ വീണ്ടും സിനിമാ അഭിനയത്തിൽ സജീവമാകാൻ പോകുകയാണെന്ന കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഈ തുറന്നുപറച്ചിലിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിൽ ഒരു BJP വിജയം നൽകിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള മന്ത്രിസ്ഥാനമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഉറപ്പായും അതുതന്നെ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സിനിമാ അഭിനയത്തിലേക്ക് സജീവമാകാൻ പോകുന്നു എന്ന ആ വെളിപ്പെടുത്തലാണ് സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് തള്ളിയിട്ടത്. പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ സിനിമാ പ്രതിഫലത്തെക്കുറിച്ചാണ്. ഗരുഡൻ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി തൻ്റെ പ്രതിഫലത്തിൽ വർധനവ് വരുത്തിയത് എന്നാണ് വിവരം. ഗരുഡൻ്റെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തൻ്റെ പ്രതിഫലം വർദ്ധിച്ചുവെന്ന് സിനിമാ മേഖലയുമായി അടുത്ത വൃത്തങ്ങളാണ് വ്യക്തമാക്കിയത്. സാധാരണഗതിയിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് 5 കോടി രൂപ പ്രതിഫലമാണ് സുരേഷ് ഗോപി വാങ്ങിക്കൊണ്ടിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഗരുഡൻ അത്യാവശ്യം നല്ല സിനിമയാണെന്ന അഭിപ്രായം പുറത്തു വന്നതോടെ സുരേഷ് ഗോപി തൻ്റെ പ്രതിഫലം കുത്തനെ വർദ്ധിപ്പിച്ചു എന്നാണ് വിവരം. 5 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 7 കോടിയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നിലവിൽ എഗ്രിമെൻ്റ് ഒപ്പുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫല നിരക്കായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം സുരേഷ് ഗോപി പ്രതിഫലം വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വച്ച് പ്ലാൻ ചെയ്യാനിരുന്ന പല പ്രോജക്റ്റുകളും താരങ്ങളെ മാറ്റി പരീക്ഷിക്കുകയാണ് നിർമ്മാതാക്കളെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. 7 കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മുതൽ മുടക്കി ഏകദേശം 15-20 കോടിയാകും. അത്രയും തുക നിലവിലെ സുരേഷ് ഗോപിയുടെ താരമൂല്യം വഴി തിരിച്ചു ലഭിക്കുക പ്രയാസമാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. എന്നാൽ പ്രതിഫല വർധനവിൽ തെറ്റില്ലെന്ന വാദമാണ് സുരേഷ് ഗോപിയുടെ അടുപ്പമുള്ളവർ ഉയർത്തുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലമെന്നും അതുകൊണ്ട് തന്നെ പ്രതിഫല വർധനവ് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സാധാരണയായി ലോക്സഭയിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും 1 ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നത്. ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് അലവൻസായി 70,000 രൂപയും ഓഫീസ് ചെലവിനായി 60,000 രൂപയും പ്രത്യേകം നൽകുന്നുണ്ട്. ഇതുകൂടാതെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിദിനം 2,000 രൂപ MP-മാർക്ക് ബാറ്റയും ലഭിക്കും. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാ മാസവും സാങ്ച്വറി അലവൻസ് ലഭിക്കും. പ്രധാനമന്ത്രിക്ക് 3,000 രൂപയും ക്യാബിനറ്റ് മന്ത്രിക്ക് 2,000 രൂപയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിക്ക് 1,000 രൂപയും സഹമന്ത്രിക്ക് 600 രൂപയുമാണ് സാങ്ച്വറി അലവൻസ് ലഭിക്കുന്നത്. ഇതെല്ലാ മാസവും ലഭിക്കും. ഈ അലവൻസ് അവർക്ക് നൽകുന്നത് ആതിഥ്യ മര്യാദയ്ക്ക് വേണ്ടിയാണ്. അതായത് മന്ത്രിമാരെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മികച്ച രീതിയിൽ ആതിഥ്യം മരുളാൻ വേണ്ടിയാണ് ഈ അലവൻസ് ചെലവാക്കേണ്ടത്. ഏകദേശം 1 ലക്ഷം രൂപയാണ് ഒരു MP-ക്ക് ഒരു മാസം ലഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതേസമയം ശമ്പളം മാത്രമല്ല അവർക്ക് പ്രതിമാസം ലഭിക്കുന്നത്. ഒരു ലോക്സഭാ MP-ക്ക് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ എല്ലാ മാസവും ആകെ 2,30,000 രൂപയാണ് ലഭിക്കുന്നത്. സുരേഷ് ഗോപി സാധാരണ സഹമന്ത്രിയാണ്. ഒരു സാധാരണ സഹമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്നത് ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ 2,30,600 രൂപയാണ്.
ഇവിടെ സുരേഷ് ഗോപി ശമ്പളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ശമ്പളം മാത്രമാണ്. ശമ്പളം കഴിഞ്ഞും ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ സുരേഷ് ഗോപിക്ക് അലവൻസായും ലഭിക്കുന്നുണ്ട്.